അപ്പം കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ ആണ്. എന്റെ വീഡിയോനെ പറ്റി ഞാൻ തന്നെ പൊക്കി പറയാണ്. അപ്പൊ വേറെ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിറ്റാണ്. അപ്പൊ എന്താണ് ഗിറ്റ്? ഗിറ്റ് ഇതുവരെയായിട്ട് കേൾക്കാത്ത കുറെ ആൾക്കാരുണ്ടാകും. അപ്പം ഞാൻ ആദ്യം തന്നെ ഗിറ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എന്റെ ഒരു മണ്ടത്തരമായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അത് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ പൈത്തണിനെ കുറിച്ചിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പൈത്തണിന്റെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രൊജക്റ്റ് ആയിരുന്നു കാൽക്കുലേറ്റർ പ്രൊജക്ട്. അതിന്റെ വീഡിയോ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാൽക്കുലേറ്റർ പ്രൊജക്ട് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ ആണ്, ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം അത് നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഞാൻ എന്റെ ഫ്രണ്ടിന് കാണിച്ചു കൊടുത്തപ്പം ഫ്രണ്ട് പറഞ്ഞു, ഇതില് കുറച്ച് അപ്ഡേഷൻ, കുറച്ച് ഫങ്ഷൻസ് എക്സ്ട്രാ ആയിട്ട് കൊടുത്താലോ എന്ന് അത് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് എന്റെ അവൻ പറഞ്ഞതായിട്ടുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തപ്പം ആദ്യം ചെയ്തതും ഇപ്പം ചെയ്തതും ഒക്കെ പോയി, എല്ലാം എറർ കാണിച്ചു. അപ്പൊ ഞാൻ ആകെ സങ്കുലിത അവസ്ഥയിലായിപ്പോയി, വളരെ സങ്കടമായിപ്പോയി എനിക്ക്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സ്ക്രാച്ച് തൊട്ടിട്ട് ബിൽഡ് ചെയ്തു തന്ന ഒരു കാൽക്കുലേറ്റർ ആയിരുന്നു, വളരെയധികം വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ ആയിരുന്നു. പക്ഷേ ഇവന്റെ ഈ ഒരു ഐഡിയ കാരണം ഞാൻ മുന്നേ ചെയ്തതും ഇപ്പം ചെയ്തതും ഒക്കെ പോയി. പിന്നെ ഞാൻ സ്ക്രാച്ചിന് തൊട്ട് ആ ഒരു കാൽക്കുലേറ്റർ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. കുറെ സമയം എടുത്തിട്ടായിരുന്നു ആദ്യത്തെ കാൽക്കുലേറ്റർ ബിൽഡ് ചെയ്തത്. ഇത് അതിനേക്കാളും സമയം എടുത്താണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഓരോ കാൽക്കുലേറ്ററിന്റെ ഓരോ ലൈൻസ് ചെയ്യുന്നത് ഞാൻ അത് ഓരോ ഫയൽസിലാക്കി വെക്കും. അഡീഷൻ ചെയ്യുമ്പോൾ അഡീഷന്റെ ഫയലിലാക്കി വെക്കും, സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ സബ്സ്ട്രാക്ഷന്റെ ഫയൽ, അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഓരോന്ന് ഇങ്ങനെ ഫയലാക്കി വെക്കും. ഈ ഓരോ ഫയലിൽ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയലിൽ വല്ല എറേഴ്സും ഉണ്ടെങ്കിൽ ആദ്യത്തെ ഫയലിലുള്ള കോഡ് കോപ്പി പേസ്റ്റ് ചെയ്താൽ ആദ്യത്തേലൊന്നും പറ്റൂല, ഇപ്പത്തെ മാത്രമേ ഉള്ളൂ എറേഴ്സ് വരുള്ളൂ. അപ്പം തന്നെ ഞാൻ എന്താ പറയാ, ഞാൻ ഇങ്ങനെ കുറെ ഫയൽ ചെയ്ത് അവസാനം ഞാൻ അത് കംപ്ലീറ്റ് ആക്കി. അപ്പം എന്റെ ഒരു സാറ് പറഞ്ഞു, നീ എന്ത് പൊട്ടനാണെന്നാ ചോദിച്ചു, പോയി ഗിറ്റ് പഠിക്കലാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഗിറ്റിനെ പറ്റി കേൾക്കുന്നത്. അപ്പൊ ഞാൻ എന്താ പറയാ, ഗിറ്റിനെ പറ്റി കുറെ സെർച്ച് ചെയ്ത് അങ്ങനെ ഞാൻ കുറെ ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് ഗിറ്റ് മനസ്സിലായത്. കുറച്ച് കഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഗിറ്റ് പഠിക്കാൻ. അപ്പം നിങ്ങൾക്ക് ആ ഒരു കഷ്ടപ്പാട് ഉണ്ടാവാതിരിക്കാൻ ഗിറ്റിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ വഴിയെ വരുന്നതായിരിക്കും. ഗിറ്റിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ വാട്ട് ഈസ് ഗിറ്റ്, എന്താണ് ഗിറ്റ്? ഗിറ്റ് എന്ന് വെച്ചാൽ മോഡേൺ ടെക്നോളജിയിലുള്ള വേർഷൻ കൺട്രോളിംഗ് സോഫ്റ്റ്വെയർ ആണ് ഗിറ്റ്. അപ്പൊ നിങ്ങൾക്കൊന്ന് മനസ്സിലായല്ലോ എന്ന് കരുതാം. വേർഷൻ കൺട്രോളിംഗ് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ കഥല്ലേ, കാൽക്കുലേറ്ററിൽ എന്റെ ഫുള്ളും എന്താ പറയാ എറേഴ്സ് കാണിച്ചത് പോയി. പിന്നെ ഞാൻ സ്ക്രാച്ച് മുതൽ തുടങ്ങി ഓരോന്നും ഓരോ ഫയലായിട്ട് വെച്ചു. ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഫയലായിട്ട് ഞാൻ വെച്ചു. ഇങ്ങനെ ഈ ഓരോ ഫയലിലാണ് നാം വേർഷൻ എന്ന് പറയുക. നിങ്ങൾക്ക് വേർഷൻ മനസ്സിലായെന്ന് കരുതുന്നു. വേർഷൻ എന്ന് വെച്ചാൽ ഞാനിപ്പം അഡീഷന് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്താൽ ഫസ്റ്റ് വേർഷൻ ആയിരിക്കും, പിന്നെ സെക്കൻഡ് വേർഷൻ ആയിരിക്കും സബ്സ്ട്രാക്ഷന് ക്രിയേറ്റ് ചെയ്യുക, തേർഡ് വേർഷൻ ആയിരിക്കും മൾട്ടിപ്ലിക്കേഷന് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ വേർഷൻ കൺട്രോൾ ചെയ്യുന്നതിനാണ് വേർഷൻ കൺട്രോളിങ്. ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു വേർഷൻ കൺട്രോളിംഗ് സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പേഴ്സിന് ഈസി ആയിട്ട് വേർഷൻ കൺട്രോൾ ചെയ്യാനാണ് ഈ ഒരു ഗിറ്റ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് ഗിറ്റിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പം ഗിറ്റ് എന്ന് വെച്ചാൽ ഒരു വേർഷൻ കൺട്രോളിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഈ വേർഷൻ കൺട്രോളിങ്ങിനെ കുറിച്ചിട്ടുള്ള ഉപയോഗങ്ങൾ? വേർഷൻ കൺട്രോളിംഗ് പഠിച്ചാൽ എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്? ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു വലിയ പ്രൊജക്ട് ചെയ്യാണ്, ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ എനിക്കൊരു 100 കൊളാബറേറ്റേഴ്സ് ഉണ്ടാകും. ഈ 100 കൊളാബറേറ്റേഴ്സിനും ഞാൻ ഒരു ഗിറ്റ് ഉണ്ടാക്കി, ഗിറ്റിലെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, അത് ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്തു. അത് ആ ക്ലൗഡ് ഒരു റെപ്പോസിറ്ററി എന്നാണ് പറയുക. ഈ ഒരു ഗിറ്റിലുള്ള ഫയൽ ക്ലൗഡിലേക്ക് അയക്കുമ്പോൾ ആ ക്ലൗഡിലുള്ള ആ സാധനത്തെ നമ്മൾ റെപ്പോസിറ്ററി എന്നാണ് പറയുക. അപ്പൊ ഈ ഒരു റെപ്പോസിറ്ററി എല്ലാ ആൾക്കാർക്കും 100 ആൾക്കാർക്കും ആക്സസിബിൾ ആണ്. അപ്പൊ ഈ
ആയിരിക്കും. ഞാൻ ഇതൊക്കെ നോക്കി ഇതൊക്കെ വർക്കിംഗ് ആണെങ്കിൽ മാത്രം ഞാൻ എന്റെ മെയിൻ ഫയലിലേക്ക് ഇത് ആഡ് ചെയ്യും. അങ്ങനെ നമുക്കൊരു വലിയ പ്രൊജക്റ്റ് വളരെ ടീമായിട്ട് ഒരു എറേഴ്സും കൂടാതെ നമുക്ക് എളുപ്പത്തിൽ ടീം വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളിപ്പം ഈ ക്ലൗഡിലേക്ക് പോകുന്നതും ഗിറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു അതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതിലൊന്നും കൺഫ്യൂഷൻ ചേർക്കണ്ട. നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഗിറ്റിനെ പറ്റിയിട്ട് ഫുൾ ആയി ട്യൂട്ടോറിയൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്താല് ഈ വരുന്ന ഗിറ്റും ഈ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ബേസ് ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അത് നമ്മള് ഇപ്പം വേർഷൻ കൺട്രോളിങ്ങിന്റെ ബെനിഫിഷ്യൻസ് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഗിറ്റ് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ? ഈ ഒരു ടെക്നോളജി ഈ വാസ്റ്റ് ഏരിയയിൽ വേറെ എന്തൊക്കെ വേർഷൻ കൺട്രോളിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്? ഗിറ്റ് എന്തുകൊണ്ട് നമ്മൾ ഗിറ്റ് തന്നെ ഉപയോഗിക്കുന്നു? ഗിറ്റ് എങ്ങനെ ഇത്രയും പോപ്പുലറൈസ് ആയി? ഗിറ്റ് പോപ്പുലറൈസ് ചെയ്തതിന് വേറെ ഒരു സോഫ്റ്റ്വെയർസിനും ഇല്ലാത്ത പലതരം ഫീച്ചേഴ്സ് നമുക്ക് ഗിറ്റിൽ കാണാൻ സാധിക്കും. കാരണം ഗിറ്റില് മെർജിങ്, പിന്നെ ബ്രാഞ്ചസ് ക്രിയേറ്റിംഗ്, കമ്മിറ്റിംഗ്, പിന്നെ പുഷ്, പുള്ള്, അത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഗിറ്റിൽ കാണാൻ പറ്റും. ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ വീണ്ടും പറയാണ്, ട്യൂട്ടോറിയൽ വരും. നിങ്ങൾക്ക് ഇപ്പോൾ ഗിറ്റിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വരുന്നു. ഈ ഒരു ഗിറ്റ് എല്ലാ ഡെവലപ്പേഴ്സും പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. എല്ലാ ഡെവലപ്പേഴ്സിനും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ കേസ് ആയിരിക്കില്ല ആൾക്കാർക്ക് വരിക. അപ്പോൾ വലിയ വലിയ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയ എറേഴ്സ് വന്നാൽ അത് മൊത്തത്തിൽ ക്ലോസ് ആയി പോകും. പിന്നെ സ്ക്രാച്ചിൽ തൊട്ട് ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ വേർഷൻ കൺട്രോളിംഗ് വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.